So hello, good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചില ഓബ്ജക്റ്റുകളുടെ സം ഓബ്ജക്ട്സ് വിത്ത് സിമട്രി ഉള്ള ചില ഓബ്ജക്റ്റുകളുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ആക്സിസിലെ അടിസ്ഥാനമാക്കി റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റിജിഡ് ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് L is equal to I omega. ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ആ ആംഗുലർ മൊമെൻറ്റത്തിന് LZ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു വിചാരിക്കുക. സോ ഇറ്റ് ക്യാൻ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് മൊമെൻറ്റ് ഓഫ് I ഇൻറ്റു ഒമേഗ. ഈ I എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്ന ജോമെട്രിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ആ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ എക്സ്പ്രഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇഫ് ദിസ് ഈസ് ദ ആക്സ് ഓഫ് റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി and this is some rigid body is rotating about this axis. Now so this body can be assumed as made up of a large number of particles such as m1, m2, m3, etc. So say this is some general particle having mass mj, and if the perpendicular distance of this particle from the axis of rotation is rho j, so the moment of inertia of this particle about the axis of rotation is taken as mj into rho j squared. Now the moment of inertia of this entire rigid body about this axis of rotation is taken as sigma mj rho j squared. So this is taken as the moment of inertia of this particular rigid body. So from this expression itself we can see that moment of inertia of this rigid body depends on how the mass is distributed in this particular rigid body and also the position of the axis of rotation. If the axis of rotation is somewhere here, if the body is rotating about this axis with the same angular velocity, some angular velocity, okay, whatever be the angular velocity, now the rho j will be in this case say rho j dash is the perpendicular distance of this particle mj from this new axis of rotation, second axis of rotation. Now in this case rho j dash is greater than rho j, that is moment of inertia about this axis is I dash will be greater than I. So when the position of the axis of rotation changes, the moment of inertia of the body about that particular axis will moment of inertia of the body will change. That depends on the position of the axis of rotation and also the distribution, how the mass is distributed in this particular object. Okay, now കൂടുതൽ മാസീവ് ആയിട്ടുള്ള ഈ ഓബ്ജക്റ്റിൻ്റെ കേസിൽ ഇതിപ്പോൾ ഇവിടെ ചെറിയൊരു പോർഷനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ടാണ് കൂടുതൽ പാർട്ടിക്കിൾസ് ഉള്ളത്, കൂടുതൽ ഡിസ്റ്റൻസിലാണ് അല്ലേ, അടുത്തുള്ള പാർട്ടിക്കിൾസ് കുറവാണ്. സപ്പോസ് ദ ഓബ്ജക്റ്റ് ഈസ് സെയിം മാസുള്ള ഓബ്ജക്റ്റ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ ഷേപ്പ് സേ ദ ഷേപ്പ് ഓഫ് ദി ഓബ്ജക്റ്റ് ഈസ് ലൈക്ക് ദിസ്. ഒരേ മാസുള്ളതാണ്, മാസ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ കുറഞ്ഞ മാസേ അകലെയുള്ളൂ, കൂടുതൽ മാറ്ററും ഇതിനോട് അടുത്തുള്ള പോയിന്റുകളിലാണ്. ഈ സാധനം ഞാൻ നേരെ ഇങ്ങനെ തിരിച്ചു വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതിനെ മാസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെയും കൂടി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യും. സോ ദിസ് ജോമെട്രിക്കൽ ക്വാണ്ടിറ്റി സിഗ്മ എം ജെ റോ ജെ സ്ക്വയർഡ് ഈസ് കോൾഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് പർട്ടിക്കുലർ ബോഡി. So if you know this, so we can express this angular momentum as moment of inertia into angular velocity. Now ഈ ബോഡിയിൽ മാറ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ പാർട്ടിക്കിളായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിലൊരു ചെറിയ റീജിയൻ അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ മാസ് സേ dm എന്ന് വിചാരിക്കുക. dm എന്ന് വിചാരിക്കുന്നു. അതിലേക്കുള്ള ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ റോ ആയിട്ട് എടുക്കുന്നു.
നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് പർട്ടിക്കുലർ മാസ്, ഒരു ചെറിയ വോളിയം ഡി വി എന്ന് പറയുന്ന ചെറിയ വോളിയത്തിൽ ചെറിയ മാസിന് ഡി എം എന്ന് പറയുന്ന ചെറിയ മാസ് കൊണ്ടുണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് റോ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം എന്ന് എഴുതാം. ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഇൻറ്റു മാസ്. Rho is the distance from this point to this mass dm. So rho squared into dm. So what about the moment of inertia of this entire body then? So that is integral rho squared dm. So that is this expression. So the moment of inertia of a rigid body about some axis of rotation is integral rho squared dm. Rho is the perpendicular distance from the axis of rotation. Okay. Now, ഈ കേസിൽ നമുക്കൊരു സപ്പോസ് വി ഹാവ് എ റിംഗ്. സോ യൂണിഫോം തിൻ ഹൂപ്പ് ഓഫ് മാസ് ക്യാപിറ്റൽ ആൻഡ് റേഡിയസ് ആർ. ആർ റേഡിയസും എം മാസുമുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു റിംഗ് ഷേപ്പ് ഓബ്ജക്റ്റ്. ഓക്കെ, ഞാൻ ക്ലാസ്സിലാണ് ക്യാപിറ്റൽ എം മാസും ആർ റേഡിയസുമുള്ള ഒരു റിംഗ് ആണ് ഇവിടെ. ആ റിങ്ങിൻ്റെ എന്താ പറയുക, ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എം ആണ്, എല്ലാ ഡെൻസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിലൊരു ചെറിയ സെക്ഷൻ നമ്മൾ ഇമാജിൻ ചെയ്യാം. വി ക്യാൻ ഇമാജിൻ എ സ്മോൾ പോർഷൻ ഓഫ് ദാറ്റ് റിംഗ്. ഓക്കെ, small portion of that ring. ഇത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ. ഈ സെക്ഷൻ്റെയും ഇവിടെ നിന്നുള്ള സെൻട്രലിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. അതിൻ്റെ മാസ് ഡി എം എന്ന് വിചാരിക്കാം. ഓക്കെ, ഡി എം ഇസ് ദ മാസ്. ഇതിൽ യൂണിഫോം ആയിട്ടുള്ള റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മാസ് എം ആണെങ്കിൽ ഇതിൻ്റെ ഈ ചെറിയ സെക്ഷൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലാംഡ ഇൻറ്റു ഡി എസ്. വാട്ട് ഈസ് ലാംഡ? ഇതിൻ്റെ ടോട്ടൽ മാസ് എം ആണ്, ഇതിൻ്റെ റേഡിയസ് ആർ ആണെങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻസ് എന്താണ്? 2πr. തിക്നെസ് നമ്മൾ വളരെ നെഗ്ലിജിബിൾ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. സോ തിക്നെസ് ഈസ് നെഗ്ലിജിബിൾ, സ്മോൾ. So then we can calculate the mass per unit length of this object. Mass per unit length. What is the mass per unit length? That is lambda is equal to total mass divided by 2πr. അപ്പോൾ ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ഈ ചെറിയ സെക്ഷൻ്റെ ലെങ്ത് ഡി എസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡയാണ്. സോ ഡി എസ് ലെങ്ത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ഡി എസ്. സോ ഡി എം ഇൻറ്റു ഡി എം ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി എസ്. വാട്ട് അബൌട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് സ്മോൾ സെക്ഷൻ? ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആറാണ്, മാസ് ഇതാണ്. സോ വി ക്യാൻ റൈറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദാറ്റ് സ്മോൾ സെക്ഷൻ ഡി ഐ ഈസ് ഈക്വൽ ടു ഇത് എഴുതുക, മാസ് ഡി എം into r squared. What is dm? r squared dm in the value lambda into ds. So there is a moment of inertia of the small section. Now what about the moment of inertia of this entire disk then? ഇതിലുള്ള എല്ലാ ഇതേപോലുള്ള ഈ റിങ്ങിനെ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ധാരാളം സെക്ഷൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഡി എസ് ലെങ്ത് ഉള്ള കുറേ സെക്ഷൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. എല്ലാ സെക്ഷനും ഇതിൻ്റെ ആക്സ് ഓഫ് റൊട്ടേഷനിൽ നിന്ന് ഏത് ഡിസ്റ്റൻസ് അകലത്തിൽ? സെയിം ഡിസ്റ്റൻസ് ആണ് അകലത്തിൽ, ആ ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഇതേപോലുള്ള ഒരു സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ആർ സ്ക്വയർഡ് ഇൻറ്റു ലാംഡ ഡി എസ്. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻസിൻ്റെ എല്ലാം കൂടി സം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ഡിസ്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ആക്സ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ
നോക്കുക എങ്ങനെയാണ് ഈ ടോട്ടൽ ലെങ്ത്തിൻ്റെ എടുക്കുക. ഡി എസ് എന്ന് പറയുന്നത് ചെറിയ ലെങ്ത്തിൻ്റെ. അപ്പോൾ ഇതിന് മുഴുവൻ ലെങ്ത്തിൻ്റെയും എടുക്കണമെങ്കിൽ ഡി എസ് എന്ന് പറയുന്നത് ചെറിയൊരു ലെങ്ത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ സെക്ഷൻ്റെ എടുക്കണമെങ്കിൽ ഈ സെക്ഷൻ്റെ വേണം, തൊട്ടടുത്തുള്ള ഈ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുക്കണം. ഓരോ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എടുത്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വരണം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ദെൻ 2πr. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ ഫ്രം ഡി എസിൻ്റെ വാല്യൂ 0 മുതൽ 2πr വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ്സ് റിട്ടൺ ഹിയർ. I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2πr r സ്ക്വയേർഡ് ലാംഡ ഡി എസ്. ആർ സ്ക്വയേർഡ് ലാംഡ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആർ സ്ക്വയർ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇസ് കോൺസ്റ്റൻറ്റ്. ആർ സ്ക്വയേർഡ് ഇൻറ്റു ലാംഡയുടെ വാല്യൂ m/2πr. Integral ds is s. Apply the limit 0 to 2πr. Upper limit കൊടുക്കുമ്പോൾ 2πr എന്ന് കിട്ടും. So what is that? That is r squared m/2πr into 2πr minus 0 എന്ന് കിട്ടും. അപ്പോൾ കൺസിഡർ ചെയ്യേണ്ട. So this becomes 2πr cancel ആയി. So you will get mr squared. Okay. അപ്പോൾ നമ്മളിങ്ങനെ ഒരു റിംഗ് ഉണ്ട്, യൂണിഫോം ആയിട്ടുള്ള ഒരു റിംഗ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണിത്. ഇതിൻ്റെ റേഡിയസ് ക്യാപിലാർ ആണ്. ഓക്കെ, ടോട്ടൽ മാസ് m ആണ്. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് റിംഗ് about an axis passing through the center and perpendicular to the plane is what? Simply mass into r squared. ഈ റിസൾട്ട് നമുക്ക് പിന്നീട് പല കേസുകളിലും നമുക്ക് ആവശ്യമുണ്ടാവും. ഓക്കെ, so remember that result. Now the section B, next section is we are discussing the moment of inertia of a uniform disk of mass m, radius r, axis through the center and perpendicular to the plane of the disk. ഇതാണ് നമ്മൾ എടുത്ത പ്രോബ്ലം. ഒരു ഡിസ്ക് ഉണ്ട്, ഡിസ്കിൻ്റെ ടോട്ടൽ മാസ് m ആണ്, റേഡിയസ് r ആണ്. ഈ ഡിസ്കിൻ്റെ സെൻട്രൽ കൂടി ഉള്ളൊരു ആക്സിസ് ആണിത്. സേ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് z ആക്സിസ്. അപ്പോൾ യു വാണ്ട് ടു ഫൈൻഡ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഡിസ്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ആക്സിസ്. ഇതിൻ്റെ സെൻട്രൽ കൂടി ഇതിൻ്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് ആണ്. ആ ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഓബ്ജക്റ്റിന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. നമ്മൾ ഈ ചിത്രം ഒന്നിങ്ങനെ തിരിച്ചു വെക്കുന്നു വിചാരിക്കുക. ഈ ഡിസ്കിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതുപോലുള്ള എന്താ പറയുക ഹൂപ്പ്, തിൻ ഹൂപ്പ്, ധാരാളം തിൻ ഹൂപ്പുകളായിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളിങ്ങനെ തിരിച്ചു വെച്ചു. അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു ചെറിയൊരു ഹൂപ്പ്, അതിൻ്റെ പുറത്തായിട്ട് കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു സെക്ഷൻ. അപ്പോൾ ഇതിനിങ്ങനെ കുറേ സെക്ഷൻസ് ആയിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഓരോ സെക്ഷൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടതുപോലെ, മുകളിൽ കണ്ടതുപോലെ, ചിത്രത്തിൽ കണ്ടതുപോലെ the shape is somewhat like this. Okay. ഓക്കെ, ഇതേപോലുള്ള ധാരാളം ചെറിയ സെക്ഷൻസ് ആയിട്ട് ഇതിനെ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ സെൻട്രൽ റീജിയനിലുള്ള ഒരു റിങ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുന്നു വിചാരിക്കാം. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് റോ ആണ്. അതിൻ്റെ റേഡിയസ് റോ റേഡിയസ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി റോ ആണ്. ഇപ്പോൾ റോ റേഡിയസും ഡി റോ തിക്നെസ്സുമുള്ള ഒരു ചെറിയ സെക്ഷൻ, ഇതേ ആക്സിസിന് കോൺസെൻട്രിക് ആയിട്ടുള്ള ഒരു റിങ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കുന്നു, അല്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്യുന്നു വിചാരിക്കാം.
അതിൻ്റെ ഇന്നർ റേഡിയസ് റോ ആണ്, ഔട്ടർ റേഡിയസ് റോ പ്ലസ് ഡി റോ ആണ്. ഓക്കെ, ദെൻ ഈ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. ഈ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ്. ഇതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സിംപ്ലി ഇതിൻ്റെ മാസ് ഇൻറ്റു റോ സ്ക്വയേർഡ്. ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റോ സ്ക്വയേർഡ് ഇൻറ്റു ഈ റിങ്ങിൻ്റെ മാസ്, റോ സ്ക്വയേർഡ് ഇൻറ്റു ഇതിൻ്റെ മാസ് ഡി എം ആണെങ്കിൽ ഇറ്റ് ഈസ് റോ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇവിടെ ഒരു റിങ്ങിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, അതിൻ്റെ റേഡിയസ് ആറാണ് എങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ കൂടി അതിന് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് പാസ് ചെയ്യുന്ന ഒരു ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ മാസ് ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ ഈ ഹൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ റിങ്ങിൻ്റെ റേഡിയസ് എന്ന് പറയുന്ന റോ ആണ്, അതിൻ്റെ എന്താ പറയുക മാസ് എന്ന് പറയുന്നത് ഡി എം ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റോ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. ഇതിൻ്റെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോയുടെ വാല്യൂ 0 മുതൽ എത്ര വരെ? 6 വരെ. 6 ടോട്ടൽ റേഡിയസ് എങ്കിൽ 6 വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് എൻ്റയർ ഓബ്ജക്റ്റ്. ഈ എക്സ്പ്രഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് ദ വാല്യൂ ഓഫ് റോ between from 0 to capital R. Okay. Now we can subdivide the disk into a series of thin hoops with radius r rho and width d rho and moment of inertia di. Then I is equal to integral di. Now the area of one of the thin hoops is dA is equal to 2 pi rho into d rho. നമ്മൾ ഇതിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കാണുന്നു വിചാരിക്കുക. ഇതിൻ്റെ ടോട്ടൽ മാസ് എം അല്ലേ? ഇതിൻ്റെ ഈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൈ ആർ സ്ക്വയർഡ് അല്ലേ? പൈ ആർ സ്ക്വയർഡ് ആണ് സർഫസ് ഏരിയ. ടോട്ടൽ മാസ് എം ആണ്. സോ ഇതിൻ്റെ മാസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ദിസ് പൈ ആർ സ്ക്വയർഡ്. This will give you the mass per unit area. Mass per unit area. Okay. ഈ mass per unit area നമുക്ക് ആവശ്യമുണ്ട്. Now, what about the surface area of this particular ring? അതിൻ്റെ റേഡിയസ് റോ ആണ്, തിക്നെസ് ഡി റോ ആണ്. ഇതിൻ്റെ ഈ സർക്കംഫറൻസ് എന്താണ്? സർക്കംഫറൻസ് ഈസ് 2 pi rho. തിക്നെസ് ഡി റോ. നമ്മളൊരു കാര്യം ചെയ്യാം, ഈ റിങ് പോലെ കാണുന്ന ഈ സാധനത്തെ നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ നീളത്തിൽ വെക്കുന്നു വിചാരിക്കുക. കട്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ വെക്കുന്നു. വാട്ട് അബൌട്ട് ദിസ് ലെങ്ത്? ദിസ് ലെങ്ത് ഈസ് 2 pi rho. വാട്ട് അബൌട്ട് ദിസ് തിക്നെസ്? തിക്നെസ് ഈസ് ഡി റോ. ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇത് ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് 2 pi rho ഇൻറ്റു ഡി റോ. അതായത് ഈ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്മോൾ ഏരിയ ഡി എ ആണ്. ആ ഡി എ ഏരിയ എന്ന് പറയുന്നത് 2 pi rho ഇൻറ്റു ഡി റോ. അപ്പോൾ അതിൻ്റെ മാസ് എന്താണ്? തന്നെ നമുക്ക് ഡി എം എന്ന് വിളിക്കാമെന്ന് വിചാരിക്കുക. ദാറ്റ് മാസ് ഡി എം ഈസ് ഈക്വൽ ടു 2 pi rho ഡി റോ. ഇതാണ് ഇതിൻ്റെ ഏരിയ ഇൻറ്റു മാസ് പെർ യൂണിറ്റ് ഏരിയ. സോ ഡി എ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 2 pi rho d rho എഴുതാം. 2 pi rho d rho. What is sigma? M by pi r squared. So that is m divided by pi r squared into 2 pi rho d rho. So that is the mass of this particular ring. So m into 2 pi rho d rho divided by pi r squared. Sigma is equal to m by pi r squared. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇവിടെ എം ബൈ എ എന്ന് എഴുതിയെന്ന് എം ബൈ എ ഇൻറ്റു ഡി എ, മാസ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു ദിസ് ഏരിയ ഡി എ. എം എന്ന് പറയുന്നത് മാസ് കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർഡ്. അതിന് നമ്മൾ സിഗ്മ എന്ന് ഇവിടെ കാണിച്ചു. സിഗ്മ ഇൻറ്റു 2 pi rho d rho. ഓക്കെ, സോ ദിസ് ഈസ്
2 പൈ, ഇവിടെയുള്ള പൈയും ഇവിടെയുള്ള പൈയും ക്യാൻസൽ ആയിപ്പോയി, ബാക്കി ക്യാൻസൽ ചെയ്യാനുള്ള ക്വാണ്ടിറ്റീസ് ഒന്നുമില്ല. സോ 2m ഇൻറ്റു പൈയും ക്യാൻസൽ ആയിപ്പോയി, 2m ഇൻറ്റു റോ ഡി റോ ഡിവൈഡഡ് ബൈ r സ്ക്വയർഡ്, ദാറ്റ് ഈസ് dm. Okay. Now moment of inertia is what? That is rho squared into dm. Rho squared dm. dm ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 റോ സ്ക്വയർഡ് ഇൻറ്റു ഇതിനെ റോ സ്ക്വയർഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ആൾറെഡി റോ ഉണ്ട്, ഇൻറ്റു റോ സ്ക്വയർഡ് ചെയ്യുമ്പോൾ റോ ക്യൂബ് വരും. 2m റോ ക്യൂബ് ഡി റോ ബൈ r സ്ക്വയർഡ്. Now this is the moment of inertia of the small ring. അപ്പോൾ ഈ സെക്ഷനെ നമുക്ക് ഇതേപോലുള്ള ധാരാളം ചെറിയ ചെറിയ റിങ്ങുകളായിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ റിങ്ങിൻ്റെ റേഡിയസ് ഇതിൻ്റെ ഇന്നർ റീജിയൻ തൊട്ട് നമുക്കിങ്ങനെ ധാരാളം ചെറിയ ചെറിയ റിങ്ങുകളായിട്ട് നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകാം. അപ്പോൾ അതിൻ്റെ റോയുടെ വാല്യൂ എവിടെ മുതൽ എവിടം വരെ ചേഞ്ച് ചെയ്യും ഓരോ റിങ്ങിൻ്റെയും റോയുടെ വാല്യൂ 0 മുതൽ r വരെ ചേഞ്ച് ചെയ്യും. So the total moment of inertia of the disk is integral 0 to r moment of inertia of the small ring, that is di. Integral 0 to r di. di ക്ക് പകരം നമ്മൾ 2m rho cube d rho by r squared. Integrate ചെയ്യുന്നു with respect to, that is okay, that is 2m by r squared into rho raised to rho cube in integral rho raised to 4 by 4 between the limits 0 to r. Upper limit കൊടുക്കുന്നു, that is 2m into r raised to 4 divided by 4 by r squared. ഇവിടെ r squared ഇത് ക്യാൻസൽ ചെയ്യുമ്പം r squared ഇവിടെ വരും, ഇവിടെ 2 വരും. That is half mr squared. You will get as half mr squared. So moment of inertia of the disk is obtained as half total mass m into r squared. ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പറയുമ്പോൾ നമ്മൾ ഏത് ആക്സിസ് ഓഫ് റൊട്ടേഷനെ അടിസ്ഥാനമാക്കിയാണ് എന്നും കൂടി പറയണം. So the moment of inertia of this disk about an axis passing through the center and perpendicular to the plane is equal to half of m into r squared, where capital M is the total mass of the disk and r is the radius of the disk. Okay, so this is clear. ഇത് വേറൊരു മെത്തേഡിൽ കൂടി നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അനദർ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡിസ്ക് അതിൻ്റെ ടോട്ടൽ മാസ് m ആണ്, റേഡിയസ് r ആണ്. ആ ഡിസ്കിൻ്റെ അപ്പർ പ്ലെയിൻ മാത്രം ടോപ്പ് സൈഡിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്കിങ്ങനെ നേരത്തെ നമ്മളിങ്ങനെ പല റിങ്ങുകളായിട്ട് നമ്മളിങ്ങനെ അസ്യൂം ചെയ്തു. എന്നിട്ട് ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. റോയുടെ വാല്യൂ 0 മുതൽ ക്യാപിറ്റൽ R വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടു. അതായത് നേരത്തെ നമ്മൾ ചെയ്ത അപ്രോച്ച് ഇങ്ങനെയായിരുന്നു. ഈ ഡിസ്കിനെ നമ്മളിങ്ങനെ കുറേ ചെറിയ ചെറിയ റിങ്ങുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ആ റിങ്ങുകളുടെ ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടതിന് ശേഷം സിമിലറായിട്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യകളുടെ സം എടുത്തു. ഓരോന്നിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യകളുടെ സം എടുത്തു. വളരെ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ സമ്മേഷന് പകരം നമ്മൾ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ചു. ഇൻ്റഗ്രേഷനിൽ റോയുടെ വാല്യൂ 0 മുതൽ r വരെ വേരി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലുള്ള ഇതേപോലുള്ള ഓരോ ചെറിയ ചെറിയ റിങ്ങുകളുടെയും മൊമെൻ്റ് ഓഫ് ഇനേഷ്യൻ്റെ സം കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഈ ടോപ്പ് വ്യൂ നമ്മളിങ്ങനെ എടുക്കും. ഓക്കെ, നമ്മൾ ചെറിയ ഷെയ്ഡഡ് പോർഷൻ നമ്മൾ തൽക്കാലം നെഗ്ലക്റ്റ് ചെയ്യുക, അതവിടെ ഇല്ലയെന്ന് വിചാരിക്കുക. പിന്നെ ഞാനിവിടെ ചിത്രം വരയ്ക്കാം. ഓക്കെ okay, so this is the center of the disk. സെൻറ്ററിൽ നിന്ന് ഞാനൊരു ചെറിയ
ലൈൻ ഈ സർഫസിലേക്ക് വരയ്ക്കുന്നു വിചാരിക്കാം. ഓക്കെ ഓക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ സെക്ഷനിലേക്ക് ഓക്കെ ദിസ് ഈ കാണിച്ചിരിക്കുന്ന റിങ്ങിലേക്ക് ഞാൻ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് റോ ആണ്, ഈ ഡിസ്റ്റൻസും എന്താണ്, റോ ആണ് അല്ലേ. ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് സേ ദിസ് ആംഗിൾ ഇസ് ഡി തീറ്റ. ചെറിയൊരു സെക്ഷനാണ് ഇവിടെ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് സേ അതിന് നമുക്ക് ഡി തീറ്റ എന്ന് മാർക്ക് ചെയ്യാം. സോ ദിസ് ആംഗിൾ ഈസ് ഡി തീറ്റ. ദെൻ വാട്ട് അബൌട്ട് ദിസ് ലെങ്ത്? ഈ ലെങ്ത് എന്താ? If rho is this distance, d theta is this. What about this? Sorry. ഇതെന്താണ്? This is r d theta. This length is r d theta. Sorry, not r d theta, rho d theta. That length is arc of the circle is. നമ്മളൊരു സർക്കിളിൻ്റെ സെൻട്രൽ അത് സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണ്, റേഡിയസ് ആർ ആണെങ്കിൽ ലെങ്ത് ഓഫ് ദി ആർക്ക് എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്നുള്ള റിലേഷൻ ഉണ്ടല്ലോ, അത് തന്നെ നമ്മൾ ഉപയോഗിച്ചത്. ദിസ് ഈസ് റോ ഡി തീറ്റ എന്ന് എഴുതാം. ഓക്കെ നൗ ദിസ് ലെങ്ത് ഈസ് റോ ഡി തീറ്റ. ദെൻ വാട്ട് അബൌട്ട് ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി റോ ആണ്. ദെൻ വാട്ട് അബൌട്ട് ദിസ് ഏരിയ? ഏരിയ ഡി എ ഇസ് ഈക്വൽ ടു dA is equal to rho d theta into d rho. Okay, rho d theta into d rho. So that is ഇവിടെ നമുക്ക് ds എന്നാണ് ഏരിയനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ അത് തന്നെ എടുക്കാം, ds തന്നെ എഴുതാം. സോ ds is equal to rho d theta into d rho. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ഇന്നർ റിങ്ങിലുള്ള ഒരു ചെറിയ സെക്ഷൻ നമ്മൾ എടുത്തു. ആ ചെറിയ സെക്ഷൻ്റെ ഏരിയ നമ്മൾ റോയുടെയും ഈ ഡി തീറ്റ എന്ന് പറയുന്ന ചെറിയ ആംഗിളിൻ്റെയും ടേമിലേക്ക് എടുത്തു. ടി എസ് ഇസ് ഈക്വൽ ടു റോ ഡി റോ ഇൻറ്റു ഡി തീറ്റ. നൗ ഇതിലുള്ള ഈ റിങ്ങിലുള്ള മുഴുവൻ ഏരിയയും കിട്ടണമെങ്കിൽ നമുക്ക് ഈ തീറ്റേൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ചേഞ്ച് ചെയ്യണം? തീറ്റേൻ്റെ വാല്യൂ 0 മുതൽ 2π വരെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റിങ്ങിലുള്ള മുഴുവൻ ഏരിയയും കിട്ടും. ഓക്കെ, അതുപോലെ തീറ്റേൻ്റെ വാല്യൂ 0 മുതൽ 2π വരെ ചേഞ്ച് ചെയ്യുകയും ഈ ഡി എസിൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. തീറ്റേൻ്റെ വാല്യൂ 0 മുതൽ 2π വരെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള മുഴുവൻ ഏരിയയും നമുക്ക് കിട്ടും. സെയിം വേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ റോയുടെ വാല്യൂ 0 മുതൽ r വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ദിസ് ഡിസ്റ്റൻസ് ഈസ് r. റോയുടെ വാല്യൂ 0 മുതൽ r വരെയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ എൻറ്റയർ ഏരിയ. ഈ മുഴുവൻ ഏരിയ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ വെച്ചാൽ ഈ ചെറിയ ഏരിയ ഡി തീറ്റ എന്ന് ഈ ചെറിയ ഏരിയയെ കൊണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ കാണുന്നു. ഏരിയയിലുള്ള പാർട്ടിക്കിൾസ് ഈ ആക്സിനെ അടിസ്ഥാനമാക്കി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാണുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻ സച്ച് എ വേ ദാറ്റ് ഡി തീറ്റ ചേഞ്ചസ് ഫ്രം 0 to 2π ആൻഡ് റോ ചേഞ്ചസ് ഫ്രം 0 to r. ഓക്കെ, സോ ഈ ചെറിയ സെക്ഷൻ്റെ ഏരിയ ഡി എസ് ഇസ് റോ ഡി റോ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് മാസ് പെർ യൂണിറ്റ് ഏരിയ എന്നുള്ളത് നേരത്തെ നമ്മൾ സിഗ്മ എന്നെടുത്തിരുന്നു. ഇതിന് മാസ് എം ആണെങ്കിൽ എം ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ടേക്കൺ ആസ് സിഗ്മ, മാസ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ പർട്ടിക്കുലർ ഏരിയേൻ്റെ മാസ് എന്ന് പറയുന്നത് റോ, ഇതിൻ്റെ ഏരിയ ഡി എസ് ഈസ് ഈക്വൽ ടു റോ ഡി തീറ്റ ഡി റോ ആണ്. ദാറ്റ് ഈസ് ഡി എസ്. അപ്പോൾ അതിൻ്റെ മാസ് ഡി എം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി എസ് ഇൻറ്റു സിഗ്മ. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ചെറിയ സെക്ഷൻ കൊണ്ട് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതെന്തായിരിക്കും? റോ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. ഡി ഐ ഇസ് ഈക്വൽ ടു റോ സ്ക്വയേർഡ് ഇൻറ്റു ഡി എം.
So total moment of inertia is equal to moment of inertia of the disk is equal to integral rho squared dm. So rho square integral rho squared into rho dm-ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു സിഗ്മ ഡി എസ് എന്ന് കൊടുത്തു. ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എസ് ഇസ് ഈക്വൽ ടു റോ ഡി റോ ഇൻറ്റു ഡി തീറ്റ. സോ ഐ ഇസ് ഈക്വൽ ടു റോ സ്ക്വയർഡ് സിഗ്മ ഡി എസ് എന്നുള്ളതിൽ സിഗ്മ എം ബൈ പൈ ആർ സ്ക്വയർഡ് നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ റോ സ്ക്വയർഡ് ഡി എസ്. ഓക്കെ, ദിസ് ഈസ് സിഗ്മ കേട്ടോ. സിഗ്മ പുറത്തേക്ക് എടുത്തു. സിഗ്മ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സിഗ്മ പുറത്തേക്ക് എടുത്തു. എം ബൈ പൈ ആർ സ്ക്വയർഡ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ റോ സ്ക്വയർഡ് ഡി എസ്. So this is sigma. Rho squared into സിഗ്മയുടെ ഡി എസിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എസ് ഈസ് ഈക്വൽ റോ ഡി റോ ഡി തീറ്റ. ദിസ് ഈസ് റോ ഡി റോ ഡി തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി എസ്. ടോട്ടൽ മൂവിൻ്റെ ഫിനിഷ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, തീറ്റയുടെ വാല്യൂ 0 മുതൽ 2π, 0 മുതൽ 2π വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. റോയുടെ വാല്യൂ 0 മുതൽ r വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ആദ്യം നമ്മൾ തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈ എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ സ്ക്വയർഡ് റോ ഇൻറ്റു ഡി റോ ഇതിന് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. അപ്പോൾ റോ സ്ക്വയർഡ് ഇൻറ്റു റോ ക്യൂബാണ്. തീറ്റയുടെ വാല്യൂ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡി തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും. ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2π. സോ യു വിൽ ഗെറ്റ് ഹിയർ, ഈ ക്വാണ്ടിറ്റി എല്ലാം അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്ക് എഴുതാം. എം ബൈ പൈ ആർ സ്ക്വയർഡ് ഇൻ്റഗ്രൽ 0 to r റോ ക്യൂബ്. ഏതാണ്? തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡി തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ കിട്ടും. തീറ്റ ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 to 2π, 0 to 2π. അപ്പോൾ അപ്പർ ലിമിറ്റ് 2π, ലോവർ ലിമിറ്റ് 0 വരുമ്പോൾ ആ ടൈം മുഴുവൻ 0 ആയി, ആ സെക്ഷൻ ആ ടൈം മുഴുവൻ 0 ആയി പോകും. സോ 2π മാത്രമേ ഇവിടെ വരുള്ളൂ. സോ യു വിൽ ഗെറ്റ് എം ബൈ പൈ ആർ സ്ക്വയർഡ് ഇൻ്റഗ്രൽ 0 to r 2π റോ ക്യൂബ്. ഡി റോയും കൂടി ഉണ്ട് കേട്ടോ അവിടെ. ഡി റോ ടു ഡി റോ. ഇവിടെയുള്ള ഈ പൈയും ക്യാൻസൽ ആയിപ്പോയി. സോ യു വിൽ ഗെറ്റ് 2m by r squared, 2m by r squared into integral 0 to r, 0 to r ആണ്. integral 0 to r rho cube d rho. So this part. റോ ക്യൂബ് ഡി റോയിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2m by r squared ഇവിടെ കിടന്നുണ്ട്. ഓക്കെ, 2m by r squared rho raised to 4 divided by 4 between the limit 0 to 4, 0 to r. അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് 2m by r squared r raised to 4 divided by 4. Okay, r squared ഇവിടെ ഒരു r squared ക്യാൻസൽ ആയി പോകും. സോ വാട്ട് റിമൈൻസ് ഈസ് ഒരു r squared ഇവിടെ വരും. 2ഉം 4ഉം തമ്മിൽ വെട്ടുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 വരും. സോ mr squared by 2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് mr squared. ഇതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് മുകളിലും കിട്ടിയത്. ഓക്കെ, നമുക്ക് അടുത്ത് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഒരു യൂണിഫോം ആയിട്ടുള്ള തിൻ സ്റ്റിക്ക്, ഒരു സ്കെയിലാണെന്ന് വിചാരിക്കുക, യൂണിഫോം സ്കെയിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്, ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്. അതിൻ്റെ മിഡ് പോയിന്റിൽ കൂടി അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്. ഒരു സ്റ്റിക്കിൻ്റെ മാസ് എം, സ്കെയിലാണെന്ന് വിചാരിക്കാം, അതിൻ്റെ ലെങ്ത് എൽ ആണ്. ഏത് ആക്സിസിനെ അടിസ്ഥാനമാക്കി? അതിൻ്റെ സെൻറ്ററിൽ കൂടി അതിൻ്റെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാണാം. എങ്ങനെയാണ് കാണാം? നേരത്തെ പോലെ നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സെക്ഷൻ ഇമാജിൻ ചെയ്യാം. സേ
അതിൻ്റെ ലെങ്ത് ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. അത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. സെൻറ്ററിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു ചെറിയ സെക്ഷൻ ഡി എക്സ് വിചാരിക്കുക. ഇതിൻ്റെ ടോട്ടൽ മാസ് എം ആണ്. യൂണിഫോം ആയിട്ടുള്ള സ്കെയിലാണ്. സോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്ത് എഴുതാം നമുക്ക്? ലാംഡ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സ് എന്ന് പറയുന്ന സെക്ഷൻ്റെ മാസ് എന്തായിരിക്കും? മാസ് ഓഫ് ദ സെക്ഷൻ, മാസ് ഓഫ് ദ സ്മോൾ ലെങ്ത് ഡി എക്സ്, അതിൻ്റെ മാസ് ഡി എം ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി എൽ. ലാംഡ ഇൻറ്റു ഡി എക്സ്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ബൈ എൽ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. ഈ what about the moment of inertia of the small section about this particular axis? ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് അല്ലേ? സോ അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡി ഐ എന്ന് വിചാരിക്കുക. ഡി ഐ ഇസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയേർഡ് ഇൻറ്റു ഡി എം. വാട്ട് ഈസ് ഡി എം? എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. നമുക്ക് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എം എന്നുള്ളത് എങ്ങനെ എഴുതാം? എം ബൈ എൽ ഇൻറ്റു എക്സ് സ്ക്വയേർഡ് ഡി എക്സ് എന്ന് എഴുതാം. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി സ്മോൾ സെക്ഷൻ about an axis passing through the center and perpendicular to the lengths is di is equal to m by l into x squared dx. ഈ ചെറിയ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് ഈ ആക്സിനെ അടിസ്ഥാനമാക്കി. ദെൻ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി എൻ്റയർ സ്കെയിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതേപോലുള്ള ചെറിയ ചെറിയ സെക്ഷൻ എടുക്കുക, എല്ലാത്തിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സം കാണുക. കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എക്സ് ഈ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴോ മൈനസ് എക്സ് വരും. എവിടെ വരെ ഉണ്ട് ലെങ്ത്? മൈനസ് എൽ ബൈ ടു. സെൻറ്ററാണ് ഇതെങ്കിൽ ടോട്ടൽ ലെങ്ത് എൽ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത് മൈനസ് എൽ ബൈ ടു, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് പ്ലസ് എൽ ബൈ ടു. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് സ്കെയിൽ, വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ ഫ്രം മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു. So I is equal to integral minus L by 2 to plus L by 2 di. di ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു എക്സ് സ്ക്വയർഡ് ഡി എം. ഓക്കെ, ഡി എമ്മിൻ്റെ വാല്യൂ ഒക്കെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എം ബൈ എൽ ഇൻറ്റു ഡി എക്സ്. സോ എം ബൈ എൽ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു എക്സ് സ്ക്വയർഡ് ഡി എക്സ്. എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊരു എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് മൈനസ് എൽ ബൈ ടു ടു പ്ലസ് എൽ ബൈ ടു. എന്താ കിട്ടുക നോക്കാം നമുക്ക്? എം ബൈ ക്യാപിറ്റൽ എൽ ഇൻറ്റു എം ബൈ 3L, 3യും കൂടി പുറത്തേക്ക് എടുക്കാം. എക്സ് ക്യൂബ് അപ്പർ ലിമിറ്റ് കൊടുക്കുക എൽ ബൈ 2. സോ എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 8 അല്ലേ? മൈനസ് ദെൻ ലോവർ ലിമിറ്റ് കൊടുക്കുക മൈനസ് എൽ ബൈ 2 ആണ്. അപ്പോൾ എത്ര വരും? മൈനസ് എൽ ക്യൂബ് വരുമ്പോൾ അഗെയിൻ മൈനസ് വരും. മൈനസ് എൽ ബൈ 2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ അഗെയിൻ മൈനസ് എൽ ക്യൂബ് ബൈ 8 എന്ന് വരും. അപ്പം ഇവിടെയുള്ള മൈനസും ഇതും കൂടി വരുമ്പോൾ പ്ലസ് വരും. സോ അഗെയിൻ എൽ ക്യൂബ് ബൈ 8. സോ യു വിൽ ഗെറ്റ് ഇത് രണ്ടും കൂടി ആകുമ്പോൾ 2L ക്യൂബ് ബൈ 8 എന്ന് വരും. സോ 2ML ക്യൂബ് ഡിവൈഡഡ് ബൈ 3L ഇൻറ്റു 8. ഓക്കെ, സോ ദിസ് ഈസ് ഈ ഒരു എല്ലും ഇവിടെ ഒരു എല്ലും കൂടി ക്യാൻസൽ, എൽ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഇവിടെ എൽ സ്ക്വയർഡ് വരും. ഇവിടെ 2 ഉണ്ട്. ഇത് ഇവിടെ വരുമ്പോൾ 4 ആവും. 4 × 3 12. ml squared by 12. So you will get 1 by 12 into ml squared. So that is the moment of inertia of a thin stick of mass m and length L about an axis passing through the center, passing through the midpoint and perpendicular to the length.
സോ ml²/12 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ സെൻട്രൽ കൂടിയുള്ള ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് പകരം ഇതിൻ്റെ സൈഡിൽ കൂടിയാണ്, ഒരു ലെങ്ത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു ആക്സിസ് ആണെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? വേറെ ഒന്നും ചെയ്യേണ്ട, ഈ സെക്ഷൻ്റെ ഡിസ്റ്റൻസ്, ഈ ചെറിയൊരു സെക്ഷൻ dx ഇമാജിൻ ചെയ്യുക, അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ x ആയിട്ട് എടുക്കുക. പക്ഷേ നമ്മളതിനെ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സാധാരണ പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. di = x² dm കിട്ടും. dm = lambda × dx തന്നെയാണ്, m/l × dx. സോ m/l × x² dx കിട്ടും. പക്ഷേ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0 മുതൽ L വരെയായിരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ഫ്രം 0 to L. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. യു വിൽ ഗെറ്റ് ദാറ്റ് വേ. നോക്കൂ, I = m/l × (0 to L) x² dx. Uniform thin disk, axis at one end and perpendicular to the length of the stick. ഈ ഡിസ്റ്റൻസ് x ആണ്, ഇതിൻ്റെ തിക്നെസ് dx ആണ്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് m/l ആണ്, ദാറ്റ് ഈസ് സിഗ്മ ആണ്. സോ ഈ ചെറിയ സെക്ഷൻ്റെ മാസ് എന്ന് പറയുന്നത് dm = m/l × dx ആണ്. Moment of inertia of this small section is x² × dm ആണ്. That is equal to dm എന്ന് പറയുന്നത് m/l × dx കേട്ടോ, m/l × dx, m/l × x² dx. So this is di. So total moment of inertia is I = integral from 0 to L. X-ൻ്റെ വാല്യൂ 0 മുതൽ L വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, m/l × x² dx. m/l പുറത്തേക്ക് എടുക്കുന്നു, m/l = 0 to L, x² dx എടുക്കുന്നു. ദാറ്റ് ഈസ് m/l × x³ / 3 between the limits 0 to L. So that is equal to m/l × L³ / 3. ഒരു L ക്യാൻസൽ ആയി പോകുന്നു. സോ 1/3 × ml². അപ്പോൾ ഇവിടെ നോക്കുക, ഏതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ഇതിൻ്റെ സെൻറ്ററിലുള്ള ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണെങ്കിൽ നമുക്ക് കിട്ടിയത് ഇത് I0 എന്ന് വിചാരിക്കുക. I0 = ml² / 12 ആണ് നമുക്ക് കിട്ടിയത്. ഈ സൈഡിലുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയോ, ഇതിനെ നമ്മൾ I' എന്ന് വിളിക്കുക. വി ഗോട്ട് I' = 1/3 ml² എന്ന് കിട്ടി. ഏത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ഈ സെൻറ്ററിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I0 ആണ്. I0 is ml²ൻ്റെ 12 ഉള്ളൂ. സൈഡിലുള്ള പോയിന്റ് ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ml²ൻ്റെ 3/1 അപ്പോൾ ഇത് കൂടുതലാണ്. I' is more than I0. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ആക്സിനെ അടിസ്ഥാനമാക്കി എടുക്കുമ്പോൾ, ഈ ആക്സിസിനെ അടിസ്ഥാനമാക്കി എടുക്കുമ്പോൾ ഇവിടെ കൂടുതൽ ഡിസ്റ്റൻസിൽ മാറ്റർ ഉണ്ട്. മാറ്റർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് മച്ച് എവേ ഫ്രം ദിസ് ആക്സിസ്. ആക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യും? കൂടും. ഈ ആക്സിനെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ, I0നെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ, ഇവിടുന്ന് മാക്സിമം ഡിസ്റ്റൻസിലുള്ള മാറ്റർ എന്ന് പറയുന്നത് L/2 ഡിസ്റ്റൻസിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടും L/2 ഡിസ്റ്റൻസിലാണ്. പക്ഷേ അതേസമയം ഇവിടെ ഈ ആക്സിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ L ഡിസ്റ്റൻസ് വരെ മാറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ മാറ്റർ എങ്ങനെ, ഒരേ ഓബ്ജക്റ്റിൻ്റെ തന്നെ മാറ്റർ ആക്സിസിനെ അടിസ്ഥാനമാക്കി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആക്സിസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങളെ പുസ്തകം തന്നിട്ടില്ല, അപ്പോൾ ഞാനത് എടുത്തതാണ്. ഓക്കെ,
നമുക്കൊരു യൂണിഫോം സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ മാസ് എം ആണ്, റേഡിയസ് ആർ ആണ്, ആക്സിസ് അതിൻ്റെ സെൻട്രൽ കൂടിയുള്ള ഒരു ആക്സിസ് ആണ്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണുക. എന്തല്ലേ ഉള്ളത്? ഒരു സ്ഫിയർ. ആ സ്ഫിയറിൻ്റെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ആണ്. അതിൻ്റെ റേഡിയസ് ആറാണ്. അതിൻ്റെ സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ അടിസ്ഥാനമാക്കി ഈ ഓബ്ജക്റ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണണം. അപ്പോൾ ഇവിടെ നേരത്തെ കേസിൽ നമ്മൾ ആ ഡിസ്കിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ ഡിസ്കിൻ്റെ കേസിൽ ഇങ്ങനെയുള്ളൊരു ഡിസ്ക് ആയിരുന്നു. ഡിസ്കിൻ്റെ കേസിൽ നമ്മൾ ചെയ്തത്, ഇതിനെ നമ്മൾ ഓരോ ചെറിയ ചെറിയ റിങ്ങുകളായിട്ട് ഡിവൈഡ് ചെയ്തു. റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം അല്ലേ? എന്നിട്ട് ആ റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ സം എടുത്തു, അല്ലെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. റോയുടെ വാല്യൂ 0 മുതൽ r വരെ ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. സോ വി ഗോട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് എൻറ്റയർ ഡിസ്ക്. ഈ സ്പിയറിൻ്റെ കേസിൽ ഇങ്ങനെയുള്ള സ്പിയറിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിനെ ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഈ സ്പിയർ വരച്ച് ഇച്ചിരി മാറിപ്പോയി. ഓക്കെ, ഈ സ്പിയറിനെ നമുക്കിങ്ങനെ ധാരാളം ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ചെറിയ ഡിസ്കുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു വിചാരിക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കുന്നു വിചാരിക്കുക. ഓരോ സെക്ഷൻ്റെയും ഷേപ്പ് എന്തായിരിക്കും? ഇതുപോലുള്ള ഡിസ്ക് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ആക്സിനെ അടിസ്ഥാനമാക്കിയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്കിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ഈ ആക്സിസ് കടന്നു പോകുന്നത്. ആൻഡ് ഓൾസോ ആ ഡിസ്കിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ആക്സിസ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള ഒരു ഡിസ്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, സെൻറ്റർ O ആണ്, സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു ഡിസ്ക് നമ്മൾ ഇമാജിൻ ചെയ്യാം. ആ സെൻറ്ററിൽ നിന്ന് ഈ ഡിസ്കിൻ്റെ ഈ അറ്റത്തേക്കുള്ള ലെങ്ത് എന്തായിരിക്കും? ഇതിൻ്റെ റേഡിയസ്, സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്? ആ റേഡിയസ് തന്നെയായിരിക്കും. ദെൻ വാട്ട് അബൌട്ട് ദിസ് ഡിസ്റ്റൻസ്? ആ ഡിസ്കിൻ്റെ റേഡിയസ് എന്തായിരിക്കും? അതിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്യുന്നു വിചാരിക്കുക, ബി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈ ആക്സിനെ അടിസ്ഥാനമാക്കി എന്തായിരിക്കും? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക്? ഹാഫ് mr². അപ്പോൾ ഈ പർട്ടിക്കുലർ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതിൻ്റെ മാസ് dm ആണെങ്കിൽ ഹാഫ് dm ഇൻറ്റു r². ഇതിൻ്റെ റേഡിയസ് b ആണ്, ഹാഫ് dm ഇൻറ്റു b² എന്ന് എഴുതാം. ഹാഫ് mr² എന്ന് പറയാം, ഹാഫ് dm ഇൻറ്റു b². അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഡിസ്കുകളുടെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ we will get the moment of inertia of this entire sphere. ഓക്കെ, അപ്പോൾ ഈ ഡിസ്കിൻ്റെ ബിയുടെ വാല്യൂ 0 മുതൽ, ഇവിടെ ബിയുടെ വാല്യൂ 0 ആണ്, ഇവിടെ എത്തുമ്പോൾ 6 ആവും, വീണ്ടും ഇവിടെ എത്തുമ്പോൾ എന്ത് വരും? 0 ആവും. ഓക്കെ, നോക്കാം ഇതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഏതായാലും ഈ പർട്ടിക്കുലർ ഡിസ്കിൻ്റെ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു ഡിസ്ക് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ സ്ഫിയറിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. എം ഈസ് ദ മാസ് ഓഫ് ദി സ്ഫിയർ, റേഡിയസ് ഓഫ് ദി സ്ഫിയർ ഈസ് ആർ. ദെൻ സ്ഫിയറിൻ്റെ ഡെൻസിറ്റി എന്താണ്? മാസ് ബൈ വോളിയം. വോളിയം ഈസ് 4/3 πr³, m by 4/3 πr³. സോ ദാറ്റ് ഈസ് 3m ഡിവൈഡഡ് ബൈ 4 πr³. ഞാനിവിടെ ഡെൻസിറ്റി എന്ന് എഴുതി, ഇപ്പോൾ റോ എന്ന് തന്നെ എഴുതി. റോ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തിരുന്നു, പക്ഷേ ഞാനത് പെട്ടെന്ന് ശ്രദ്ധയപ്പെടാതെ റോ തന്നെ എഴുതിപ്പോയി. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇത് ഈ റോ, ഇവിടെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഈ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, now the axis of rotation is passing through the axis is passing through the center of the sphere. Now consider a section of the sphere of radius b radius ഉള്ള ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുക, and thickness dx at a distance x from the center of the sphere. സെൻറ്ററിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള. നൗ മാസ് ഓഫ് ദ ഡിസ്ക് ഷേപ്ഡ് സെക്ഷൻ, ഈ സെക്ഷൻ്റെ മാസ് എന്തായിരിക്കും?
ഇതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ബി സ്ക്വയർഡ്, പൈ ആർ സ്ക്വയർഡ്, തിക്നെസ് ഡി എക്സ്. സോ പൈ ബി സ്ക്വയർഡ് ഡി എക്സ് ഇൻറ്റു ഡെൻസിറ്റി, യു വിൽ ഗെറ്റ് ദ മാസ് ഓഫ് ദ സെക്ഷൻ. അപ്പം ഇങ്ങനെയുള്ളൊരു ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. എൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ബി ആണ്, തിക്നെസ് ഡി എക്സ് ആണ്. വോളിയം എന്തായിരിക്കും? സർഫസ് ഏരിയ ഇൻറ്റു തിക്നെസ്, ദാറ്റ് ഈസ് പൈ ബി സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. ആ വോളിയത്തെ നമ്മൾ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ മാസ് ഓഫ് ദിസ് ഡിസ്ക്, ഡിസ്കിൻ്റെ മാസ് കിട്ടും. സോ യു വിൽ ഗെറ്റ് ഡി എം ഈസ് ഈക്വൽ ടു പൈ ബി സ്ക്വയർഡ് ഡി എക്സ് ഇൻറ്റു റോ. നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം. ഈ ഡി എമ്മിനെ നമുക്ക് വേറൊരു വിധത്തിൽ എക്സിൻ്റെ ടൈമിലേക്ക് മാറ്റി എഴുതാം. ഈ എക്സ്പ്രഷനിൽ ദിസ് ഡിസ്റ്റൻസ് ഈസ് ബി, ദിസ് ഡിസ്റ്റൻസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ. എന്താ കിട്ടുക? എക്സ് സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ്, പൈത്തഗോറസ് തിയറം അനുസരിച്ച്. സോ ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബി സ്ക്വയർഡ് ഈസ് ഈക്വൽ ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ്. സോ ഡി എം ഈസ് ഈക്വൽ ടു പൈ കോൺസ്റ്റൻ്റ് ആണ്, റോ കോൺസ്റ്റൻ്റ് ആണ്. ബി സ്ക്വയർഡിന് പകരം എന്ത് ചെയ്തു? ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് നൗ ഇത് നമ്മൾ കണ്ടതാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് സെക്ഷൻ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഈസ് ഡി ഐ ഈസ് ഈക്വൽ ടു ഹാഫ്. ഒരു ഡിസ്കിൻ്റെ മൊമെന്റ് ഓഫ് മാസ് എമ്മും റേഡിയസ് ആറും ആണെങ്കിൽ ഹാഫ് എം ആർ സ്ക്വയർഡ് ആണ്. ഇവിടെ ഈ സെക്ഷൻ്റെ റേഡിയസ് ബി ആണ്, മാസ് ഡി എം ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഡി എം ഇൻറ്റു ബി സ്ക്വയർഡ് എന്ന് എഴുതാം. സോ ഹാഫ് ഡി എം ഇൻറ്റു ബി സ്ക്വയർഡിന് പകരം ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ്. ദാറ്റ് ഈസ് ഡി എമ്മിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി എമ്മിൻ്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? ദാറ്റ് ഈസ് പൈ റോ ഇൻറ്റു ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. സോ ഹാഫ് ഇവിടെയുണ്ട്, ഹാഫ് പൈ റോ ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഇവിടെയുണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഉണ്ട് ഡി ഐ കണ്ടപ്പോൾ. രണ്ടിൻ്റെയും കൂടി പുറത്തുമ്പോൾ ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഓൾ സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. സോ ദിസ് ഈസ് ദാറ്റ്. That is moment of inertia of this small disk about an axis passing through the center and perpendicular to its plane is di is equal to half pi rho r squared minus x squared all squared into dx. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു. ആർ സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് ഓൾ സ്ക്വയർഡ് ആർ റേസ് ടു 4 പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് 2 ആർ സ്ക്വയർഡ് എക്സ് സ്ക്വയർഡ് ഇൻറ്റു ഡി എക്സ്. ഹാഫ് ഓഫ് പൈ റോ ഇവിടെയുണ്ട്. Now the moment of inertia of the solid sphere I is equal to integral di. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ ഇവിടെ നിങ്ങോട്ട് ഇവിടെ ഉള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ പ്ലസ് ആർ ആണ്, ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസോ മൈനസ് ആർ. ഓക്കെ, ഇത് സിമെട്രിക് ആയതുകൊണ്ട് മൈനസ് ആർ ടു പ്ലസ് ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 0 ടു ആർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റു എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ആർ ചെയ്താൽ മതി. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. Minus r to plus r, half of rho pi rho into r raised to 4 plus x raised to 4 minus 2 r squared x squared into dx. That is equal to 2 into half pi rho. എന്താ മാറ്റം വരുത്തിയത്? നമ്മൾ ലിമിറ്റ് മാറ്റം വരുത്തി. മൈനസ് ആർ ടു പ്ലസ് ആറിന് പകരം 0 ടു ആർ ആക്കി. അതായത് സിമെട്രിക് ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കേസിലും എല്ലാ ഓബ്ജക്റ്റിൻ്റെ കേസിലും ഇങ്ങനെ പറ്റില്ല. ദാറ്റ് ഈസ് സ്ഫിയറിൻ്റെ കേസിൽ മാത്രമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പറ്റിയത്. 0 to r, r raised to 4 plus x raised to 4 minus 2 r squared x squared into dx. ഓരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2 ഇൻറ്റു ക്യാൻസൽ ആയിപ്പോയി, പൈ റോ എന്ന് വന്നു. r raised to 4 ഇൻറ്റു എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ്, ആർ റൈസ് ടു 4 ഡി എക്സ് എന്നാണ് വരിക, ഇൻ്റഗ്രൽ ഡി എക്സ്. സോ എക്സ് വന്നു, ആർ റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ്. ഈ ഡി എക്സ് കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൈമും നമ്മൾ എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 5/5 വരും. 2 r squared into x squared into dx. 2 r squared x cubed by 3. Between the limits 0 to r. Upper limit apply ചെയ്യുക, lower limit apply ചെയ്യുമ്പോൾ ഈ ടൈമുകളെല്ലാം 0 ആവും. So pi rho into r raised to 4 into r, r raised to 5. r raised to 5/5, r raised to 5/5. 2 r squared into r cube by r cube. 2 r cube into r squared എന്ന് പറയുമ്പോൾ r raised to 5. 2 r raised to 5/3. LCM എടുക്കുക. ഇതിൽ 15 ആണ് കിട്ടുക. 5 3 15. അപ്പോൾ ഇതിനെ 15 r raised to 5 പ്ലസ് ഈ 5 15 ആയപ്പം ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 r raised to 5 മൈനസ്
ഈ 3 15 ആയത്. 3 15 ആകാൻ വേണ്ടി നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ന്യൂമറേറ്ററിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -5 × 2 10 r/5. 15 3 18 r/5 -10 r/5. That is 8 r/5 divided by 15. This pi rho into 8 r/5 by 15. Now we know that the moment of inertia, so the density rho is equal to 3m by pi r cube. So substitute the value of rho here. Pi into 3m by pi r cube into 8 r/5 by 15. എന്തെല്ലാം ക്യാൻസൽ ആയി പോകുന്നത്? ഇവിടെ 3 ഉണ്ട്, 15 ഉണ്ട്. സോ 3ഉം 15ഉം കൂടി വെട്ടിപ്പോയപ്പോൾ 5 വന്നു. പൈയും ക്യാൻസൽ ആയിപ്പോയി. 4ഉം 8ഉം ഇവിടെ 2 വന്നു. r ക്യൂബും r/5ഉം r² വന്നു. സോ പൈ ക്യാൻസൽ ആയിപ്പോയി. 4ഉം 8ഉം കൂടി ആകുമ്പോൾ 2 വന്നു. സോ ദിസ് ഈസ് 3ഉം 15ഉം കൂടി വരുമ്പോൾ 5 അല്ലേ? സോ ദാറ്റ് ഈസ് ന്യൂമറേറ്റർ എന്താ ഉള്ളത്? 2m r/5. ഓക്കെ, r ക്യൂബ് r/5 r² വരും. That is 2m r² divided by 5. 2 by 5 m r². So moment of inertia of a solid sphere, uniform solid sphere of radius r and mass m about an axis passing through the center is given by 2 by 5 into m r². ഓക്കെ, നിങ്ങൾക്ക് ഈ സ്ഫിയർ ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ what is the moment of inertia of a hollow sphere about an axis passing through the center? എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.